ഞാൻ പിണങ്ങാത്ത ആളില്ല, സത്യമായിട്ട് ഞാൻ പിണങ്ങാത്ത ആളില്ല. ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് ഫഹദുമായിട്ടായിരിക്കും. ഉർവശി ചേച്ചിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആക്ടേഴ്സിനകത്ത് എൻ്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി പെർഫോം ചെയ്യുന്നൊരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് ഇസ് പാർവതി. ഞാൻ കുറച്ച് സിനിമ നടന്മാരുടെ പേരുകൾ പറയാം. യെസ്. അത് ഇവർക്കൊരു വൺ വേർഡ് അഡ്ജക്റ്റീവ് പറയാൻ പറ്റിയ രസമായിരിക്കും. കുഞ്ചാക്കോ ബോബൻ. ഹീസ് ഓൾവേസ് ഇൻ ദ ക്യാരക്ടർ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ, അതായത് ക്യാരക്ടറിൻ്റെ ബാലൻസ് വിട്ടു പോകാത്തൊരു വ്യക്തി അദ്ദേഹമാണ്. ഹി നെവർ ഓവർ പവേഴ്സ് ദ ക്യാരക്ടർ. ഫഹദോ? ഫഹദ് ഇസ് ഡോമിനന്റ്. ഫഹദ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, ഡോമിനന്റ്. ഫഹദ് വിഴുങ്ങാൻ റെഡിയാണ്, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. പാർവതി? പാർവതി ഈസ് വെരി മെത്തേഡ് ആൻഡ് പാർവതി കൺസീവ്സ് ഇറ്റ് ഇൻ സച്ച് എ മാനർ ഷീ ഓൺസ് എവറിത്തിങ്. ഉർവശി ചേച്ചിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആക്ടേഴ്സിനകത്ത് എൻ്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി പെർഫോം ചെയ്യുന്നൊരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് ഇസ് പാർവതി. ദർശന? യു ക്യാൻ മോൾഡ് ഹർ ഇൻ എനി വേ. എന്തെങ്കിലും സംതിങ് വിച്ച് യു ഹാവ് നോട്ടഡ് വിച്ച് നോബഡി എൽസ് ഹാസ് നോട്ടഡ് ഇൻ മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ? എനിക്ക് ലാൽ സാർ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത സിനിമകളിൽ ഐ വിൽ നെവർ ഫൈൻഡ് എ കട്ട്. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡയറക്ടർ കട്ട് വിളിച്ചിരിക്കുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പക്ഷേ എഡിറ്റർ ഹാസ് ടു കട്ട് ബിഫോർ ദാറ്റ് ബിക്കോസ് വി ഹാവ് ടു പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ഷോട്ട്. ഈ കട്ട് എനിക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നിൽക്കുമ്പോൾ അത് കൊള്ളാലോ, ഇതും കൊള്ളാലോ, അത് പിന്നെയും കുറച്ചുകൂടെ ഒരു വീണ്ടും ഒരു 2 സെക്കൻഡോട് വെക്കും. അപ്പോൾ വീണ്ടും കട്ട് ചെയ്യാൻ നോക്കുക, ഇതും കൊള്ളാലോ. അങ്ങനെ പോയി ഈ ഡയറക്ടർ കട്ട് വിളിക്കുന്ന ആ ലാസ്റ്റ് സ്റ്റോപ്പ് ബ്ലോക്ക് വരെ ഇതെത്തും. മമ്മൂക്ക ഇസ് വെരി ഷാർപ്പ് ഈ കാര്യത്തിൽ. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം, ബിക്കോസ് ഈസ് എ സ്റ്റോറി ടെല്ലർ വിത്തിൻ ഹിം. ഹീ നോസ് വെയർ ദ ഫിലിം ഇസ് ഹെഡിങ്. അത് ക്ലൈമാക്സിൽ പെർഫോം ചെയ്യുന്നതാണെങ്കിൽ അത് ക്ലൈമാക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി പെർഫോം ചെയ്യും. ഇത് ബിഗിനിങ് ആണെങ്കിൽ ബിഗിനിങ് എന്ന് അറിഞ്ഞുകൊണ്ട് പെർഫോം ചെയ്യും. മിഡിൽ ആണെങ്കിൽ ആ മിഡിൽ എക്സാക്ട്ലി മിഡിൽ ആയിരിക്കും. ഹീ നോസ് ദ ഗ്രാഫ് ഓഫ് ദ ഫിലിം. സോ അതായത് ഞാൻ ഇത്രയും ഒരു സിനിമയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. പിന്നെ 2 പേർക്കൊരു കോമൺ ക്വാളിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ തിങ് വിച്ച് അത് ഞാൻ അവരുടെ ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഇവരാരെങ്കിലുമായിട്ട് സെറ്റിൽ പിണങ്ങിയിട്ടുണ്ടോ മനുഷ്യൻ? ഞാൻ എല്ലാവരുമായിട്ടും പിണങ്ങിയിട്ടുണ്ട്. ഞാൻ പിണങ്ങാത്ത ആളില്ല, സത്യമായിട്ട് ഞാൻ പിണങ്ങാത്ത ആളില്ല. ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് ഫഹദുമായിട്ടായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ഇരിക്കുന്നത് ഫഹദുമായിട്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ. കാരണം അത് പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആ പിണക്കങ്ങൾ സിനിമയ്ക്ക് നല്ല, ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന ദിവസങ്ങളുണ്ട്, വഴക്കിട്ട് പോയ ദിവസങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്.